ഇക്ക നമസ്കാരം. നമസ്കാരം. ഇക്കാണ് കിട്ടുമാട്ടോ. ആ, ഞാനിപ്പോൾ വന്നതേ ആ, നമ്മുടെ ഈ കർക്കിടക മാസ ചികിത്സ ഉണ്ടല്ലോ, ആ. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? അൽഹംദുലില്ലാ, നല്ലതാണ് കേട്ടോ. ആ, ആയുർവേദം ആയുസ്സിൻ്റെ വേദമാണ്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ ഏതെങ്കിലും ഡോക്ടർ, എല്ലാവരും നല്ല ഡോക്ടർമാർ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഞാൻ പോകുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിക്കടുത്ത് കാരിക്കോട് സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഡോക്ടർ ജെയിനി പഞ്ചകർമ്മം എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ വർഷങ്ങളായി, ഒരു 15 വർഷം ഏകദേശം ആയിട്ടുണ്ട് അവിടെ ഞാൻ തെറാപ്പിസ്റ്റ് ജോലി നോക്കുന്നു. പക്ഷേ കരഞ്ഞു വന്നവരെല്ലാവരും ചിരിച്ച് പോയവരാണ്. ഇതിനൊരു മാറ്റമില്ല. എന്നാൽ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഡോക്ടർ അടുക്ക ചെന്ന്, നമ്മൾ എന്തെങ്കിലും മരുന്ന് പെരുത്തിയിട്ട് കാര്യമില്ല. കർക്കിടക മാസമാണ്, വാദം പിത്തം കഫം ഏതാണ് കോപിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ പരിശോധിച്ചതിന് ശേഷമാണ് എന്തെണ്ണ ചെയ്യണം, എന്തെണ്ണ പുരട്ടി തലോടണം, മസാജ് ചെയ്യണം, പിഴിച്ചിൽ വേണോ, അഭ്യംഗം വേണോ, ഞവരക്കിഴി വേണോ, സ്റ്റീം ബാത്ത് വേണോ എന്ന് ഡോക്ടറാണ് നിശ്ചയിക്കുന്നത്. ആ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞങ്ങളോട് പറയുകയും ഡോക്ടർ അടുത്ത് നിൽക്കുകയും ചെയ്തിട്ടാണ് ഞങ്ങൾ രോഗികളെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അത് പ്രത്യേകതയാണ്. ഞങ്ങൾക്ക് ഒരു നല്ല ധൈര്യവും രോഗിക്ക് ഒരു നല്ല ധൈര്യവും, തീരുന്നത് വരെ ഡോക്ടർ അടുത്തുണ്ടായി എന്ത് സംശയവും ഡോക്ടറോട് ചോദിക്കാം. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടർ ജെയിനി പഞ്ചകർമ്മ റിസർച്ച് സെൻ്ററിൽ പോയി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അവിടെ പൈസ കുറവാണ്. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരാണ് വരുന്നത്. പാവപ്പെട്ടവർ വന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം സന്തോഷത്തോടുകൂടി പോകുന്നത്. എൻ്റെ വാപ്പ ഒരു ആയുർവേദ വൈദ്യനാണ്, എങ്കിൽ മുഹമ്മദ് വൈദ്യൻ നെടിയമ്പുറം, വാപ്പാടെ വാപ്പ കുട്ടി വൈദ്യൻ. ഞങ്ങളെല്ലാവരും പാരമ്പര്യമാണ്. ആയുർവേദത്തെ ധിക്കരിച്ച് ഞങ്ങൾ ഇതുവരെയും പ്രവർത്തിച്ചിട്ടില്ല. ആരോടും നല്ലത് മാത്രമേ ഞങ്ങൾ ആയുർവേദത്തെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. ആയുർവേദം ആയുസ്സിൻ്റെ വേദമാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാർ, പണം വരും പണം പോകും, നിങ്ങൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കുക. ഇത്രയും ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. എല്ലാവർക്കും ആർക്കും ഒരു രോഗവും വരില്ലേ എന്ന് അള്ളാഹുവിനോട്, ദൈവത്തിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു. ഓക്കെ.